തൊഴു. നിലവറയുടെ കാര്യം ഞാൻ മുമ്പ് ശ്രദ്ധപ്പെടുത്തിയിരുന്നു. ഇതുവരെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാലും നിലവറവാതിൽ അങ്ങനെ തുറന്നു കിടക്കുന്നുവെന്ന് പറഞ്ഞാൽ അതൊരു അപകടമാണ്. പകൽ സമയത്ത് ക്ഷേത്രത്തിൽ ആളുള്ളപ്പോ കുഴപ്പമില്ല. ക്ഷേത്രം അടച്ചു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കാൻ വരികയോ മറ്റോ ചെയ്താൽ? വേണ്ടത് അന്ന് തന്നെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ തിരുമേനി? എന്നിട്ട് ഇതുവരെ എന്താ ചെയ്യാതിരുന്നത്? അന്ന് തന്നെ ശ്രമിച്ചതാണ്. പക്ഷേ പറ്റിയൊരാളെ കിട്ടിയില്ല. ഇപ്പോ ചേന്നമംഗലത്ത് ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ടെന്ന് കേൾക്കുന്നു. വരുത്തട്ടെ എന്ന് ചോദിച്ചതാ. നാളെ തന്നെ വരുത്തിക്കോളൂ. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. തിരുമേനി, പൂജാ ചടങ്ങുകൾ പൂർത്തിയാക്കാനില്ലേ? തുടങ്ങിയായി. ഇനിയിപ്പോ അത് അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒത്തുചേർന്ന് വന്നാ മതിയാകും. ആയിക്കോട്ടെ. തിരുമേനി പറഞ്ഞത് കേട്ടല്ലോ. നിലവറ എന്നേക്കുമായി പൂട്ടാൻ ആള് വരും എന്ന് പറഞ്ഞാൽ നിലവറ തുറന്നു കിടക്കുന്ന അവസാനത്തെ ദിവസം ഇന്നാ. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് വരുണിനെ നിലവറയ്ക്കകത്ത് എത്തിക്കണം. അതെങ്ങനെ? അത് നീയാ എത്തിക്കേണ്ടത്. എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് നിലവറയ്ക്കകത്ത് എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ബലം പിടിച്ചോ ബോധം കെടുത്തിയോ അതിനകത്തേക്ക് തള്ളിയിടും. അതിനകത്ത് ശ്വാസം കിട്ടില്ല. നിലവിളിച്ചാൽ പുറത്ത് കേൾക്കുകയില്ല. കിടന്ന് ചാവട്ടെ. എനിക്കിതത്ര പ്രാക്ടിക്കലായിട്ട് തോന്നുന്നില്ല. ഒന്നാമതേ വരുൺ കൂട്ടത്തിൽ നിന്ന് മാറി നടക്കില്ല. രണ്ടാമത് നമ്മളെയൊക്കെ വരുണിന് സംശയമുണ്ട്. പിന്നെ എങ്ങനെ നിലവറ വരെ വരുൺ കൂടെ വരും? തോൽക്കുമെന്നൊരു ഉറപ്പ് മനസ്സിൽ വെച്ചോണ്ട് ഒന്നും ചെയ്തിട്ട് പ്രയോജനമില്ല കൽപ്പന. ചിലപ്പോ ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. കാര്യം നടത്തിയെടുത്തേ പറ്റൂ. അല്ല, വരുണിനെ കാണാതാവുമ്പോ അന്വേഷണം നടക്കില്ലേ? അപ്പൊ പിന്നെ നിലവറയിലും തിരയില്ലേ? അതിനുള്ള മാർഗം എന്റെ കയ്യിലുണ്ട്. കൂട്ടുപെരയുടെ പണി കൂടി കഴിഞ്ഞാൽ വിശദമായിട്ട് എല്ലാവരെയും വിളിച്ചു ചേർക്കണം. ഒരു ദേവപ്രശ്നം കൂടി നടത്തണം. ക്ഷേത്രം പഴയ ഐശ്വര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് നന്നായി. ഒന്നുമല്ലെങ്കിലും കുടുംബക്കാർക്ക് ഒത്തുചേരാൻ ഇതൊരു സന്ദർഭമാവുമല്ലോ. എല്ലാരും കണ്ടിട്ടും കുറെ നാളായി. ഹലോ. കുടുംബത്തിനൊരു മോശം ദിവസമാണല്ലോ സാറേ. ഇപ്പൊ സാറും കുടുംബവും നിൽക്കുന്ന സ്ഥലത്ത് ഒരു വലിയ അപകടം സംഭവിക്കും. സാറിനും കുടുംബത്തിനും എന്നേക്കുമായി ഓർത്തു കരയാനുള്ള ഒരു അപകടം. ഹലോ, ആരാ നിങ്ങള്? ഹലോ ഹലോ. എന്തുപറ്റി? കാര്യം എന്താണെന്ന് പറയൂ. എന്തോ
ഒരപകടം സംഭവിക്കാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ്. അയ്യോ, ആര്? ആരാന്നറിയില്ല. പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു. ഇതെന്താ ഇങ്ങനെ? നമുക്കിപ്പോ ഇത്രമാത്രം ശത്രുക്കള്. അറിയില്ല, പക്ഷേ സൂചനകൾ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നമ്മൾ നിൽക്കുന്ന ദൈവത്തിന്റെ നടയിലല്ലേ? ദൈവം നമ്മളെ കാത്തുരക്ഷിക്കും. ചിലപ്പോ കമ്പനിയുടെ ശത്രുക്കൾ ആരെങ്കിലും. ശത്രു ഏതു നിലയിൽ വരുന്നവനാണെങ്കിലും ശ്രദ്ധിക്കണമല്ലോ. വരുൺ എവിടെ? വരുൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. താൻ അവിടെ ഒന്ന് നോക്ക്, ഞാനിവിടെ അന്വേഷിക്കാം. ദൈവമേ, ഇന്നത്തെ പൂജ വിജയകരമായി പൂർത്തിയാവണേ. വരുണ ജീവിതത്തിൽ ഒരിക്കലും ഒരു അപകടവും സംഭവിക്കരുതേ. നിന്റെ കഴുത്തിൽ താലി കിട്ടിയവന് ഒരിക്കലും ഒരപകടവും ഉണ്ടാവില്ല കുട്ടി. അപ്പോ എന്റെ ആയുസിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലേ? അത് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഓ അല്ല, പ്രധാന ക്ഷേത്രം ഇതല്ലല്ലോ. പറയാനുള്ളതൊക്കെ അവിടെ ഇല്ലേ പറയേണ്ടത്? പിന്നെന്താ ഇവിടെ കറങ്ങി നടക്കുന്നേ? ഒരു ക്ഷേത്രത്തില് ഒരു മൂർത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കരുതി മറ്റെല്ലാം അപ്രധാനമൊന്നും അല്ലല്ലോ. ഉപപ്രതിഷ്ഠകളെന്ന് വാക്കില് മാത്രമേ ഉള്ളൂ. എല്ലാം തുല്യ. ആ, അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിനോട് പ്രാർത്ഥിച്ച നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമോ? നടക്കും. ആ, ഞാൻ പ്രാർത്ഥിച്ചാല് ദൈവം കേൾക്കുമോ? അതോ താൻ പ്രാർത്ഥിക്കുന്നതാണോ നല്ലത്? അല്ല, എനിക്ക് ഈ ദൈവത്തോട് സംസാരിക്കുന്ന രീതിയൊന്നും അറിയില്ല. താനാവുമ്പം മുഴുവൻ സമയം ഭഗവാൻ കൃഷ്ണനോട് സംസാരിക്കുന്ന ആളാണല്ലോ. എനിക്ക് വേണ്ടി ഈ നടയിൽ ഒരു കാര്യം പറയൂ. എന്താ പറയേ? എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. അവളെ എനിക്ക് സ്വന്തമാക്കണം. എത്രയും പെട്ടെന്ന് നടത്തി തരണമെന്ന് ദൈവത്തോട് പറയേ. പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞത് പറയും. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങള് ദൈവത്തിനോട് ചോദിക്കാൻ പാടില്ല. നടക്കില്ല എന്നുള്ള ഉറപ്പ് തനിക്കാണോ? നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണല്ലോ. ക്ഷേത്രനടയിൽ വെച്ച് തെറ്റായിട്ട് ഒന്നും പറയണ്ട. പാപം കിട്ടും. പാപം കിട്ടിക്കോട്ടെ. പക്ഷെ അത് കഴിഞ്ഞ് താൻ എന്റെ കൂടെ കൂടുമ്പോ അത് പുണ്യാവുമല്ലോ. മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചേ, എന്റെ കാര്യങ്ങൾ പറഞ്ഞേ. അതുകൊണ്ടെന്താ? ദൈവങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാവില്ലേ? എടോ, എല്ലാ പുരാണത്തിലെയും ദൈവങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ? എന്തു മനോഹരമാണ്. ഇങ്ങോട്ട് നോക്കി. അപ്പൊ പിന്നെ പ്രണയത്തെക്കുറിച്ച് ഇത്രയും ആഴത്തില് അവർക്കല്ലാതെ മറ്റാർക്കാ അറിയാം? ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ. ഇതല്ലാതെ വേറെ ഒന്നും എനിക്ക് സംസാരിക്കാനില്ല. അവിടെ ഒരു പൂജ നടക്കുക, അവിടെ ചെന്നൂടെ? ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ മനസ്സ് അവിടെ തന്നെ നിൽക്കണമെന്നല്ലേ? താൻ ഇവിടെ പുറത്ത് നിൽക്കുമ്പോ എന്റെ മനസ്സ് അവിടെ നിൽക്കുന്നില്ല. ഇനി നിർബന്ധമാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി നടയിൽ പോയി തൊഴുതുകൊണ്ട് നിൽക്കാം. എന്നിട്ട് പറ്റുവാണെങ്കിൽ നടയിലിരിക്കുന്ന തുളസിമാല കണ്ടല്ലോ, അത് അങ്ങോട്ട് കൊണ്ട് ചാർത്താം. എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് എന്തും പറയാലോ, എന്റെ ഭാര്യയോടല്ലേ. അയ്യോ, പ്രിയങ്ക വരുന്നു. ഓ, ആണോ? ഓ, നോക്ക്, പ്രിയങ്ക വരുന്നുണ്ട്. പ്രിയങ്ക വരുന്നില്ല എന്ന് എനിക്കറിയാം. വിഷയം മാറ്റി ഓടി രക്ഷപ്പെടാനല്ലേ? എന്നാ പിന്നെ ഞാൻ വിടുന്നില്ല. അവിടെ നില്ല. ബലം പിടിക്കില്ല. ഇങ്ങനെ തന്റെ കൈയും പിടിച്ച് എവിടേക്കെങ്കിലും ഓടിപ്പോയല്ലാന്ന് ഞാൻ ആലോചിക്കുന്നേ. നോക്ക്, തനിക്ക് ടെൻഷനൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. എനിക്ക് ജീവനുള്ളിടത്തോളം ഈ ടെൻഷൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അതെയാ? ഓ, പ്രിയങ്കയെ കുറിച്ച് പറഞ്ഞത് ഏറ്റില്ലെന്ന് കണ്ടപ്പോ അച്ഛനെ കുറിച്ചായല്ലേ? അല്ല, ഞാൻ പറയുന്ന സത്യോ. തിരിഞ്ഞു നോക്ക്, അച്ഛൻ എത്താറായി. നോക്ക്.
നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? എന്ത് പറ്റി അച്ഛാ? പൂജ അവസാനിക്കുമ്പോ നടയിലേക്ക് ചെന്നാ മതി എന്നല്ലേ തിരുമേനി പറഞ്ഞത്? അതെ, എന്നാലും നിന്നെ കാണാതായപ്പോ ഒരു അച്ഛൻ എന്താ എന്നെ അംഗൻവാടിയിൽ അയച്ചിട്ട് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണോ ഇത്ര ടെൻഷൻ ആവാൻ? അതും നമ്മുടെ ക്ഷേത്രത്തിനകത്ത് എനിക്കെന്ത് സംഭവിക്കാനാ? ഒന്നുമില്ല. നീ ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? അത് പിന്നെ പലതവണ ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടേ. ഈ ചെറിയ ചെറിയ അമ്പലങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ ഇവിടെ വന്നത്. ഓരോ ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചതിൻ്റെ പിന്നിൽ വിശദമായ ഓരോ കഥയുണ്ട്. പൂജ കഴിയട്ടെ, തിരുമേനിയോട് ചോദിച്ച് അതെല്ലാം വിശദമായിട്ട് നിനക്ക് പറഞ്ഞു തരാൻ പറയാം. അയ്യോ, അങ്ങനെ വേണമെന്നില്ല. വേണം. ഒരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പാടില്ല. നീ പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ല്. അവൾ അവിടെ തനിച്ചു നിൽക്കുക. പോകാ അച്ഛൻ പോക്കോ. ഞാനേ ഇതൊന്ന് കണ്ടു തീർത്തോട്ടെ. ഇതിനകത്ത് തന്നെ ഉണ്ടാവണം, പുറത്തൊന്നും പോരുത്. ഇല്ല. അല്ല, അച്ഛന്റെ മനസ്സിൽ എന്തോ പേടി തട്ടിയിട്ടുണ്ടല്ലോ. എന്താ അത്? അച്ഛനമ്മമാരുടെ മനസ്സിൽ പേടി വരാൻ പ്രത്യേകിച്ച് കാരണം എന്താ? നീ വരാൻ നോക്ക്. അച്ഛൻ കണ്ടിരുന്നെങ്കിലോ? എന്ത് സംഭവിക്കാനാ? കൊല്ലുമെന്നെ. അത് ചുമ്മാ. എന്നാ പിന്നെ അച്ഛന്റെ റിയാക്ഷൻ എനിക്കൊന്ന് അറിയണമല്ലോ. അച്ഛാ, അച്ഛാ. എന്തിന്? അല്ല, ഈ കവികൾ ഇതിനെന്താ പറയാന്നറിയോ? നഖചിത്രത്തിന്റെ പാട്. എത്രയോ കവിതകളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയോ? മിക്കവാറും പ്രണയിക്കുന്ന പെണ്ണിന്റെ ആദ്യ സമ്മാനം ഇതാ. മുഴുവട്ടം. അതെങ്ങനെയൊക്കെ പറയുന്നേ? വട്ടാണ്. അല്ലെന്ന് ആരാ പറഞ്ഞേ? പക്ഷേ ഈ വട്ടിന് ഒരു സുഖമുണ്ട്. ഞാൻ പോവാ. അതെ, ഞാൻ പറഞ്ഞ കാര്യമില്ലേ, ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതിയെന്ന്. എനിക്ക് കഴിയില്ല. പോകുന്നുണ്ടോ? അവിടെ വരുൺ, ഇതെവിടെയായി മാറി നടക്കുന്നത്? നടയിൽ വിളിക്കുന്നുണ്ട്. എല്ലാരും കൂടെ വേണം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ. താമസിക്കൂ, ഞാൻ വന്നോളാം. വിളിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ എന്നെ വഴക്ക് പറയും. ആരും ഒന്നും പറയില്ല, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ.
അപ്പൊ ഇതാണ് നിലവറ. ഇതിനകത്ത് കയറിയാൽ എന്താ ഉണ്ടാവുക? ഏട്ടാ, ആ അല്ല, ഏട്ടനെന്താ ഇവിടെ മാറി നിൽക്കുന്നത്? ഒന്നുമില്ലടാ. ആ, പൂജയ്ക്ക് ഇനിയും സമയമുണ്ടല്ലോ. ശരി, കാര്യം നമ്മുടെ ക്ഷേത്രമാണ്. പക്ഷേ പലയിടങ്ങളിലും നമുക്ക് പരിചയമില്ലാത്ത, ശ്രദ്ധിക്കണം. അല്ല, ആ രാധിക നിലവറയുടെ മുന്നിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. രാധികയോ? ആ, ഞാനിപ്പോ കണ്ടേ ഉള്ളൂ. അപകടം പിടിച്ച നിലവറയാ. ആ കുട്ടിയോട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണ്ടെന്ന് പറയണം. ഞാൻ പറഞ്ഞാലേ ചിലപ്പോ ഇഷ്ടപ്പെടില്ല. ആ, ഞാൻ പറയാം. ശരിയേട്ടാ, ഓക്കെ. എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിലവറയ്ക്കകത്തേക്ക് പോയിട്ടുണ്ടോ? എന്നാ പിന്നെ അതൊന്നും അറിയണമല്ലോ. ഈ നിലവറയ്ക്കകത്ത് നീ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാനിന്ന് പറഞ്ഞു തീർത്തിരിക്കും.